ഹായ് ഓൾ, ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഈ സമയം എടുക്കുന്ന ഒരു തീരുമാനം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മുടെ ചാനലിൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് എടുത്തിട്ട് കാണാവുന്നതാണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ റീഡിങ്സ് കാണുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, പ്യൂരിറ്റി ആൻഡ് നെക്സ്റ്റ് സ്പ്രെഡ് ഈസ് പ്യൂർ ഇൻറ്റൻഷൻ, ഹിഡൻ ഡെപ്ത്സ്, ട്രാൻസ്ഫോർമേഷൻ, tree wisdom, and the celebration. Bottom of the deck, go outside. Okay, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ, ആ ഒരു പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണ്, നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു സോഫ്റ്റായിട്ടുള്ളൊരു മനസ്സുണ്ടായിരുന്ന ഒരു വ്യക്തികളാണ്. അതായത് ഇങ്ങനെ തൊട്ടാൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു സ്വഭാവം, അല്ലെ നമ്മളൊരു കാര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിൽ ഭയങ്കര അഡിക്ഷനാണ്. ഓവറായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രയോറിറ്റി നൽകുന്ന ഒരു പേഴ്സൺസ് ആണെന്നാണ് കാണപ്പെടുന്നത്. അതിപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനാണേലും റിലേഷൻഷിപ്പിനൊക്കെ ആണെങ്കിലും വലിയ മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ഓർക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതൊരു റിലേഷന് ഏതൊരു വ്യക്തികൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ നേരത്തും നമ്മുടെ ഭാഗത്ത് നിന്നും അവർക്കൊരു മനസ്സ് വിഷമിക്കുന്നൊരു സാഹചര്യം വരാൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഓർക്കുന്ന കാര്യം അങ്ങനെയാണ്. നമ്മളുടെ ഒരു തിയറി അങ്ങനെ തന്നെ ആയിരിക്കാം. നമ്മൾ വളർന്നു വന്നിട്ടുള്ളതും അതായത് ഓരോ വ്യക്തികളും ഓരോ തരത്തിലാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പം ആരെയും നിങ്ങൾ മനസ്സുകൊണ്ട് വിഷമിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ ഭാഗത്ത് നിന്നും അവർ മനസ്സ് വേദനിക്കരുത് എന്നുള്ള രീതിക്കാണ് നമ്മളെപ്പോഴും നിൽക്കുന്നത്. സോ ഒരു പ്യുവർ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹമാണ്. ഇവിടെ നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചിട്ടുള്ളൊരു വ്യക്തികളാണ്. അതായത് പല കാര്യങ്ങളും നിങ്ങൾക്ക് പോലും വിഷമാകുന്ന ഓരോ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും പക്ഷേ അത് നിങ്ങൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകത്തില്ല. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് നിങ്ങൾ ഒത്തിരി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. മീൻസ് ആ ഒരു പിണക്കങ്ങളാണെങ്കിലും നമ്മളായിട്ടൊന്നില്ലേ സോൾവ് ചെയ്ത് തീർക്കും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അവരുടെ മനസ്സ് മാറുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾ പോകുന്നില്ലെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ ഒരു തരത്തിലായിരുന്നു ഇത്രയും നിങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്യുവർ ഇൻറ്റൻഷൻ അവിടെ ഉണ്ട്, നല്ലൊരു മനസ്സ്. ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൽപ്പിക്കുന്ന ഒരു പ്രാധാന്യത്തെയാണ് ഇവിടെ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്ത് അഡിക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തികളായിരുന്നു എന്നും കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ ആയി പോയിട്ടുണ്ട്, നമുക്കൊരിക്കലും ഇതിൽ നിന്ന് മോചനം കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മളെ ഒരു കൊല്ലുന്ന വേദന ആ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും അത് മറക്കുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ അറിഞ്ഞു തന്നെ നമ്മളുടെ അടുത്ത് പല കാര്യങ്ങളും പല
പല രീതിക്കും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. ഒരു ശാരീരികപരമായിട്ടാണെങ്കിലും മനസ്സിനെ കൊല്ലുന്ന തരത്തിലാണെങ്കിലും ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഉപദ്രവം നമ്മൾക്കുണ്ടായിരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അവർ നമ്മളുടെ മനസ്സ് വേദനിക്കുമെന്ന് ഓർത്തിട്ടൊന്നും അവർ ഇതുപോലെ നമുക്ക് വേണ്ടി ഒരു പ്യുവർ ഇൻറ്റൻഷനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് രണ്ടുപേരും രണ്ട് രീതികളിലായിരുന്നു ഇത്രയും നാളും പിന്തുടർന്നുകൊണ്ടിരുന്നത്. ഒരു വ്യക്തി അതിൻ്റെ അത് 100%ഉം അവരുടെ എല്ലാ എഫേർട്ടും എടുത്ത് നിന്നിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സണാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ. പക്ഷെ അവർ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെന്ന് പറയുമ്പം നമ്മൾ ഉണ്ടെന്നും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്കൊരു പ്രയോറിറ്റി നൽകാതെ ചുറ്റിന് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നൊരു പേഴ്സണാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളെ കാണാൻ വരുന്നൊരു സമയത്ത് പെട്ടെന്ന് മറ്റൊരു സുഹൃത്ത് വിളിച്ച് അവർക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് അവരുടെ പിന്നാലെ തന്നെ ചെല്ലുന്ന ഒരു പ്രവണതയായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ വിളിച്ചാൽ അവർ വിളിക്കുന്നിടത്ത് ഓടിയെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും, പക്ഷെ നിങ്ങളുടെ ആ ഒരു കണ്ണുനീരിൻ്റെ ഒരു താഴ്വരയിൽ നിന്നെന്ന് പറഞ്ഞാലും ആ ഒരു പേഴ്സൺ അത് കണ്ടിട്ടും നമുക്ക് വലിയ നമ്മുടെ മനസ്സിനോട് ഇണങ്ങി ആ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി അല്ല എന്നതാണ് ഒരു സത്യാവസ്ഥ. എന്നാൽ ഇവിടെ ഇപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും, അതായത് ഒരു 99% ആൾക്കാരുടെയും ഇപ്പോൾ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ആ പേഴ്സണെ നിങ്ങൾ വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് നിങ്ങൾ സ്വയമേ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു പാതയാണ് ഇപ്പം നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കതൊരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ജോലി, നമ്മളുടെ വീട്, നമ്മളുടെ വ്യക്തികൾ, ആ ഒരു വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പോലെ തന്നെ നിങ്ങളിപ്പം ആ ഒരു പേഴ്സണോട് നേരെ തിരിച്ചു ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് റിലാക്സേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ഒരു സമയത്ത് കരഞ്ഞ് ആ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ ശരീരവും മനസ്സെല്ലാം കളഞ്ഞു നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ, പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ലൈഫിലൊരു സമാധാനവും സ്വസ്ഥതയും പല കാര്യത്തിന് സമയവും പല വിജയങ്ങളും നിങ്ങളെ കൈവരിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കരിയറൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു കാണും. ഒരുപക്ഷെ ആ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നൊരു സമയത്തൊക്കെ നമ്മൾ കരിയറിലൊക്കെ ഏറ്റവും മോശം ഒരവസ്ഥയിലായിരുന്നൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പേഴ്സണെ നിങ്ങൾ എന്ന് മറന്നു തുടങ്ങിയോ അന്നുടനെ നിങ്ങളുടെ ജീവൻ ഒരു തുടിപ്പ് അവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ജീവൻ്റെ തുടിപ്പ് അവിടെ ഉണ്ടായി. അതാണ് ശരിക്കും നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ബിഗ് ചേഞ്ചസ് എന്ന് പറയാം, ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് നമുക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കര സന്തോഷമായിട്ടും സന്തോഷവതിയായിട്ടും സന്തോഷവാന്മാരായിട്ടുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കര ഒരു ഉണർവ്, ഒരു ഉന്മേഷം, ഒരു ഉന്മാദമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എന്നാൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം അവർക്കത് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരു സമയത്ത് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ ഇപ്പം നിങ്ങളുടെ സപ്പോർട്ടെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അതിപ്പം നിങ്ങളുടെ കാര്യം നോക്കാൻ നേരത്ത് കൂടുതലായിട്ട് ഫിനാൻഷ്യലായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അതായത് പണം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഈ പേഴ്സൺ ഒരു സമയത്ത് നമ്മളെ വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നുവെന്നും, എന്നാൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനോടുകൂടി തന്നെ ഈ പേഴ്സണ് വലിയൊരു തിരിച്ചടി അത് മുഖാന്തരം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പം അവർ നിങ്ങളുടെ ഓടി എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, പക്ഷെ ഇപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. അത് അവർക്ക് വലിയൊരു തിരിച്ചടിയായി. ആ ഒരു പേഴ്സൺ ആ ഒരു തിരിച്ചടി എന്ന് പറയുമ്പം അത് വലിയ തരത്തിൽ മനസ്സിനെ കുത്തുന്ന പോലുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്നത്. അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ആ ഒരു ഇഷ്ടപ്പെടാഴിക മാത്രമല്ല നമുക്കിവിടെ കാണുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ഈ പേഴ്സൺ ഈ ബന്ധത്തിലേക്ക് ഇനിയിപ്പം നിങ്ങളെ എന്താ പറയുക, നിങ്ങളിങ്ങനെ ആയി തീർന്നുവെങ്കിൽ ഞാനും അങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ആ പേഴ്സൺ മാറിപ്പോവുകയല്ല ചെയ്യുന്നത്. അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണെന്ന് തന്നെ നമുക്കിവിടെ പറയാൻ കഴിയും. അതായത് ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ
അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനുള്ളൊരു സമയമായിട്ടാണ് ഡിവൈൻ ഈ ഒരു അവസരം അവർക്ക് നൽകുന്നത്. കാരണം ഒരു സമയത്ത് ഈ പേഴ്സൺ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടുതലായിട്ടും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഒരു സ്നേഹം അവിടെ നിങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളമായിരുന്നു എന്ന് ശരിക്കും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ താൻ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു കർമ്മ കിട്ടിയിട്ടുണ്ടെന്നും ഇവിടെ പറയാൻ സാധിക്കും. അതും വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പേഴ്സണ് മറ്റാരും ഒരു സഹായത്തിനില്ലാതെ നിൽക്കുന്ന തനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇന്നും ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. തനിച്ചിരിക്കുക എന്ന് പറയുമ്പം അവർക്ക് ഒരു ഹെൽപ്ലെസ് ആണ് ആ ഒരു പേഴ്സൺ. ആരുമില്ലാതിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ മറ്റാരും സഹായിക്കാനില്ല, ഏക ആശ്രയം നിങ്ങളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമയത്ത് ആ ഒരു പേഴ്സണ് വന്നിരിക്കുന്നു. അതവർ ഒറ്റപ്പെട്ട് നിൽക്കുവാണ്. ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നുവെങ്കിൽ ഒരു ചുറ്റിനും കുറേ പേരുണ്ടായിരുന്നു കാണും. അപ്പോൾ അവർ ആ ഒരു സമയത്ത് അവരുടെ ഒന്നില്ലെങ്കിൽ പണം അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ മോഹിച്ചിട്ടായിരിക്കും തേർഡ് പാർട്ടീസും അല്ലെങ്കിൽ അവരുടെ ചുറ്റിനുള്ള ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ശരിക്കും അവിടെ ഈ പേഴ്സൺ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറ്റബോധം നല്ല രീതിക്ക് നിറഞ്ഞൊഴുകുന്ന ഒരു സമയമാണ്. അതുപോലെ അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്യൂരിറ്റി, അതായത് ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സത്യസന്ധമായിട്ടുള്ളൊരു പ്രണയം അവരിൽ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. പഴയതുപോലെ ആയിരിക്കുന്നു എന്നല്ല, ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയാം. പുതിയൊരു തുടക്കങ്ങൾ അവർ വെക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഇവരുടെ ഒരു തീരുമാനം നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സെലിബ്രേഷൻ, അതായത് സെലിബ്രേഷനകത്ത് പല അർത്ഥങ്ങളുണ്ട്. അതായത് ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പം അവർ നിങ്ങളുമായിട്ട് കൂടുതലായിട്ടും അടുത്ത് വരാനും, അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു മാരേജ് ആയിരിക്കാം, മേ ബി ഒരു എൻഗേജ്മെൻ്റ് ആവാം, ലിവിങ് ടുഗെദർ ആവാം, അല്ലെങ്കിൽ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരായിരുന്നുവെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മെറ്റൽ അഫെയർ ആണെങ്കിൽ മുൻപോട്ട് ഒരുപോലെ പോകുന്നതാവാം. നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് അവരെ കാണാൻ സാധിക്കുന്നത്. ആഗ്രഹങ്ങൾ അറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് നിൽക്കുന്ന ഒരു പേഴ്സണെ നമ്മൾ സ്വീകരിച്ചിട്ടേ കാര്യമുള്ളൂ. മേ ബി ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും അല്ലെങ്കിൽ അവരിൽ നിന്നൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ നമുക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നതാണോ, അവർ നമ്മളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം. ശരിക്കും ആ ഒരു പേഴ്സൺ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അവർക്ക് ശരിക്കും ഇതിൻ്റെ അകത്ത് ഈ പേഴ്സണ് ഒരു സമയത്ത് നിങ്ങളുടെ പണം, അല്ല നിങ്ങളൊരു വാല്യുബിൾ ആയിട്ടായിരുന്നില്ല ആ ഒരു പേഴ്സൺ കണ്ടിട്ടുണ്ടെന്ന്. അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെ കരയിപ്പിക്കാൻ മാത്രമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവായിരുന്നു ആ കാര്യത്തിൽ. നിങ്ങൾ ആ ഒരു വ്യക്തി നമ്മളുടെ അരികിലേക്ക് വരാൻ നേരത്തോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മളെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു പേടിപ്പിച്ചാൽ പോലും കരയുന്ന ഒരു വ്യക്തികളായിരുന്നു. അവരെന്തേലും പറയുമ്പം ചെറിയ കാര്യത്തിന് പോലും നിങ്ങളുടെ മനസ്സ് നോവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ കാര്യങ്ങൾ പോലും അവർ വിട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവരെപ്പോഴും അവരുടെ കാര്യം മാത്രം നിങ്ങൾ പോയാൽ പോട്ടെ, ലെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു. അതായത് നിങ്ങളവിടെ നിൽക്കുവാണെങ്കിൽ നിന്നാൽ മതി, പോവുക, എനിക്കിതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ആ പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവരുടെ ഒരു സ്നേഹമെന്ന് പറയുന്ന ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നില്ല. പക്ഷേ അവരിൽ പുതിയൊരു പേഴ്സൺ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറല്ല അവരവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാണ് നിങ്ങൾ പോയി തുടങ്ങിയത് അന്ന് തൊട്ട് അവരുടെ കഷ്ടകാലമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ആ കഷ്ടകാലത്തോടുകൂടി ഈ പേഴ്സൺ അവരുടെ ഒരു ജീവിതം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടുതലായിട്ട് ജീവിതം എന്ന് തന്നെയല്ല,
ഒരു ലൈഫ് പാർട്ട്ണർ അതാണ് ഏറ്റവും കൂടുതൽ ആ ഒരു പേഴ്സൺ. ഇപ്പം എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ വാശിയുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ഉയരത്തിരിക്കുന്നൊരു പേഴ്സൺ ആണെന്ന് പറഞ്ഞാലും, അവർക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ആ ഒരു പേഴ്സൺ ആ ഒരു ഒരു ട്രൂ ഫീലിങ്സ് വന്നു തുടങ്ങിയത്, അതായത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു യഥാർത്ഥ സ്നേഹം പുറപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു സമയം തൊട്ടെന്നാണെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പം ആ പേഴ്സൺ നിങ്ങളിലേക്ക് അടുക്കാൻ വേണ്ടി പല വ്യക്തികളെയും കണ്ടുമുട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പം മുതിർന്ന വ്യക്തികളാവാം ഇതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് നിങ്ങളുടെ മനസ്സ് മാറ്റാനും, അല്ലെങ്കിൽ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് സംസാരിക്കുവാനും, ആ പേഴ്സണിലേക്ക് വീണ്ടും ചെല്ലാനുള്ളൊരു അവസരം അവരായിട്ട് തന്നെ ഇതിനകത്ത് എഫേർട്ട് എടുക്കുന്നൊരു പേഴ്സണായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു സ്റ്റക്കായിട്ടുള്ളൊരു എനർജി അല്ല. അതായത് ആ വ്യക്തി ഇങ്ങനെ ഓർക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനുവേണ്ടി പല കാര്യങ്ങളും ആ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും അപ്പം ബൈ ബൈ.